ബന്ധങ്ങളുടെ സൗഹൃദം തകരാറിലാക്കി മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അനിയന്ത്രിതമായ ഉപയോഗം ഇന്നത്തെ യുവതലമുറയെ കടന്നു പിടിച്ച് ഈ പറയപ്പെട്ട പ്രതിസന്ധികളിലൂടെ ഇന്നത്തെ നമ്മുടെ കേരള സമൂഹം മുമ്പോട്ട് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവയിൽ നിന്ന് ഒരു വിമോചനം ഉണ്ടാകേണ്ടതിന് മോചനം 2025 എന്ന നാമകരണത്തോടുകൂടെ ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് എന്ന ദൈവസഭയുടെ പുത്രിക സംഘടനകളായ ന്യൂ ലൈഫ് യൂത്ത് ഫെലോഷിപ്പിൻ്റെയും സൺഡേ സ്കൂളിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ പ്രാർത്ഥിച്ച് ആരംഭിച്ച് കേരളത്തിൻ്റെ വിവിധ ജില്ലകൾ പര്യടനം നടത്തി സമൂഹത്തെ ബോധവൽക്കരണത്തിലേക്ക് നയിക്കേണ്ടതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഉപദേശ രൂപത്തിൽ കേരളത്തിൻ്റെ വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് തെരുവോരങ്ങളിൽ നിന്ന് ഞങ്ങൾ സംസാരിച്ച് ഈ മണർകാട് ജംഗ്ഷനിലും എത്തിച്ചേരുവാൻ സാധ്യമായതിൽ ഒത്തിരിയേറെ സന്തോഷത്തോടെ ഞങ്ങൾ ഇവിടെയും ഈ സമൂഹത്തോട് ഈ സന്ദേശം അറിയിക്കുകയാണ്. നമ്മുടെ സമൂഹം അസമാധാനത്തിൻ്റെ ആഴത്തിൽ നിപതിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് സമൂഹത്തെ പിടിച്ച് കരകയറ്റുക. മോചനം 2025. പെട്ടുപോയ മദ്യ ലഹരിയിൽ നിന്ന് വിമോചിതരാകാൻ കഴിയാതെ അതിൽ വീണ്ടും വീണ്ടും അവരുടെ പരിശ്രമവും അധ്വാനിച്ചുണ്ടാക്കുന്ന മുതലുമൊക്കെയും അതിനുവേണ്ടി ചെലവഴിച്ച് കൈകൾ ശൂന്യമായി കടബാധ്യതയിൽ കടക്കണിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എത്രയെത്ര കുടുംബങ്ങൾ കടബാധ്യതകളിൽ കുടുങ്ങി യാതൊരു തരത്തിലും മുന്നേറ്റമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. ഇതിൻ്റെയൊക്കെ നടുവിൽ ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കേണ്ടത് ആവശ്യമാണ് എന്ന ബോധ്യത ഞങ്ങളുടെ ഉള്ളിൽ ഉളവായതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗ്രാമത്തിലും ഈ പട്ടണത്തിലും നിന്ന് മദ്യത്തിനും ലഹരിക്കും അടിമയായി പോയ നമ്മുടെ സമൂഹത്തെ വല്ല വിധേനയും പിടിച്ച് ഉദ്ധരിച്ച് കരകയറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സന്ദേശം ഇവിടെ ഞങ്ങൾ വിളംബരം ചെയ്യുന്നത്. ലക്ഷ്യബോധമില്ലാതെ അധാർമികതയുടെ അടിത്തട്ടിൽ കുടുങ്ങി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഇന്നത്തെ സമൂഹം വളരെയധികം മതപതനത്തിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പറയട്ടെ, സമൂഹത്തുള്ള പ്രതിബദ്ധതയ്ക്ക് തെല്ലും വില കൊടുക്കാതെ സമൂഹത്തെ വളരെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തി കൊലപാതകങ്ങളുടെ പച്ച പരമ്പരകൾ നാട്ടിൽ നടത്തി ദൈനംദിനം കൊലപാതകങ്ങളുടെ നീണ്ട നിരകൾ പൊതുജനത്തിന്റെ കാതുകളിലും കണ്ണുകളിലും എത്തിക്കത്തക്ക നിലയിൽ ഇന്നത്തെ കേരളത്തിന്റെ പലയിടങ്ങളിലും കൊലപാതക പരമ്പരകൾ വർദ്ധിച്ചു വരികയാണ്. മാത്രമല്ല, സ്ത്രീ പീഡന പരമ്പരകൾ, അങ്ങനെയുള്ള വാർത്തകളില്ലാത്ത ഒരു ദിവസം പോലും വാർത്താ മാധ്യമങ്ങളിൽ പരതികൾ കാണാൻ കഴിയുന്നില്ല. പറയട്ടെ, യാതൊരു ദയയുമില്ലാത്ത, യാതൊരു മനസാക്ഷിയുമില്ലാത്ത ഒരു കാലത്തിലൂടെയല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രസവിച്ച് വളർത്തി വലുതാക്കേണ്ട കൊച്ചു കുഞ്ഞിനെ മുല കൊടുക്കും പ്രായത്തിൽ അതിനെ കിണറ്റിലെറിഞ്ഞ് കൊല്ലുക, പ്രസവിച്ച് വളർത്തിയെടുക്കേണ്ട കൊച്ചു കുഞ്ഞിനെ പാറയിൽ അടിച്ചു കൊല്ലുക, ഇതൊക്കെ കേരള മനസാക്ഷിയെ നടുക്കിയ നിരവധി സംഭവങ്ങൾ ആണ് എന്നുള്ളത് വളരെ മറക്കരുതാത്ത കാര്യങ്ങളാണ്, യാഥാർത്ഥ്യങ്ങളാണ്. പതിയിരുന്നവരനെ കത്തിമുനയിൽ കുത്തി കൊലപ്പെടുത്തുന്ന ആ വാർത്തകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായില്ലേ? ചുറ്റിക കൊണ്ട് സ്വകുടുംബത്തിലുള്ള അമ്മയുൾപ്പെടെ ഉള്ള ആൾക്കാരെ തല്ലിക്കൊല്ലുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ഒരു തലമുറ. ഇതിന്റെയൊക്കെ പിന്നിൽ നാം പരതികൾ കാണാൻ കഴിയുന്നത് 13-നും 23-നും വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ഇന്നത്തെ യുവസമൂഹമല്ലേ എന്നത്
നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. ഓർക്കൂ, കേരളത്തിന് ഇപ്പോഴത്തെ യുവ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ട് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യാതൊരു മനസാക്ഷിയുമില്ലാത്ത, യാതൊരു ദയയുമില്ലാത്ത, കനിവില്ലാത്ത ഒരു കാലത്തിലൂടെ കേരളത്തിന്റെ നാൾവഴികൾ ഇഴഞ്ഞ് നീങ്ങുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ തരമില്ല. ഈ മണർകാട്ട് പട്ടണത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ വാർത്തകൾ വിളംബരം ചെയ്യുമ്പോൾ ചിലരെങ്കിലും സസൂക്ഷ്മം ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ അയൽപക്കത്ത്, നിങ്ങളുടെ സ്നേഹിതരിൽ ചിലർ, നിങ്ങളുടെ സ്വന്തക്കാരിൽ ചിലർ, നിങ്ങളുടെ സമൂഹത്തിൽ ചിലർ ഈ പറയപ്പെട്ട അനുഭവത്തിലൂടെ മുമ്പോട്ട് പോകുന്നവരായിരിക്കാം. വിളിച്ചു പറയട്ടെ, അങ്ങനെയുള്ളവരെ വല്ല വിധേനയും പിടിച്ചു കരകയറ്റേണ്ട ഉത്തരവാദിത്വം നാം ഏവർക്കും ഉള്ളതാണ് എന്നത് മറക്കരുത് എന്നത് വിളിച്ചു പറയട്ടെ. നമ്മുടെ സമൂഹം ഇങ്ങനെ തകർന്നു പോയാൽ പറ്റില്ല. എന്താണ് നമ്മുടെ സമൂഹത്തെ ഇങ്ങനെ മാരകമായ അനുഭവത്തിൽ തകർച്ചയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്? മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ഇന്നത്തെ സമൂഹം ഇങ്ങനെ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്നതിന്റെ താല്പര്യം എന്താണ് അതിലെ ഘടകം എന്ന് സൂക്ഷ്മമായി ഞങ്ങൾ അതിനെക്കുറിച്ച് വിലയിരുത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ യാഥാർത്ഥ്യം വിളിച്ചു പറയട്ടെ ഈ പട്ടണത്തോട്. പാപമെന്ന ഭീകരസത്വം മാനവകുലത്തെ കടന്നു പിടിച്ച് ഏത് വിധേനയും ഏത് വ്യക്തികളെയും പാപത്തിൽ തള്ളിയിട്ട് ഹീനനീചകൃത്യ പ്രവർത്തികൾ അവരെ കൊണ്ട് ചെയ്യിച്ച് ഈ കേരളക്കരയെ മുടിച്ചുകളയുക എന്ന് മാത്രമല്ല, മാനവകുലത്തെ മുഴുവൻ പാപത്തിൽ തള്ളിയിട്ട് പൈശാചികമായ അനുഭവത്തിൽ മാനവകുലത്തിന്റെ യഥാസ്ഥിതിയെ തകർത്ത് കളയുന്ന നിലയിൽ ഇന്നത്തെ സമൂഹം പാപത്തിൽ നിബന്ധിച്ചു പോയിട്ടുണ്ട് എന്നത് മറക്കരുതൊക്കെയാണ് മനുഷ്യനെ കൊണ്ട് നീച കൃത്യങ്ങൾ ചെയ്യിക്കുവാൻ അവരെ പ്രേരിതമാക്കുന്ന ഘടകങ്ങൾ. നമ്മുടെ പോലീസ് അധികാരികൾ, നിയമപാലകർ, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലുള്ളവർ, സഭാ അധ്യക്ഷന്മാർ ഒക്കെ തുടങ്ങി നിരവധി ആൾക്കാർ വല്ല വിധേനയും ലഹരിക്കടിമയായി പോയ വ്യക്തികളെ പിടിച്ച് കരകയറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടെ കേരളത്തിന്റെ 14 ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തി വരുന്നത് മറക്കരുത്. എന്നിട്ടും ചിലരൊക്കെ അതിൽ നിന്നും രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ പോലും 1-2 ആഴ്ചകൾ കഴിയുമ്പോൾ മുൻപിലത്തേതിനേക്കാൾ കൂടുതൽ പാപത്തിന്റെ അഥവാ മയക്കുമരുന്നിന്റെയും ലഹരി വസ്തുവിന്റെയും ഉപയോഗത്തിനടിമയായി അവർ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന വാർത്ത കേരള സമൂഹത്തെ വീണ്ടും നടുക്കിക്കൊണ്ടിരിക്കുകയാണ്. വിളിച്ചു പറയട്ടെ, ഇതിൽ നിന്ന് എങ്ങനെ മോചിതരാകാം? ലഹരിക്കടിമയായി പോയ ഇന്നത്തെ സമൂഹത്തെ എങ്ങനെ മോചനത്തിന്റെ പാതയിൽ കാൽ വയ്പ്പിക്കുവാൻ കഴിയും? പറഞ്ഞുവല്ലോ, ബോധവൽക്കരണ സെമിനാറുകൾ, റീ അഡിക്ഷൻ സെന്ററുകൾ മുതലായവയൊക്കെ തകൃതിയോടെ കേരളക്കരയിൽ നടക്കുന്നുണ്ട്. എന്നാൽ അവയ്ക്കൊന്നും വേണ്ടതുപോലെ ശാശ്വതമായ പരിഹാരം ഇപ്പോൾ വരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, എങ്ങനെ മാനവകുലത്തിൽ കടന്നുകൂടിയ ലഹരിയും അസാൻമാർഗീയ പ്രവർത്തനങ്ങളിൽ മുഴുകിപ്പോയി പാപത്തിന്റെ അടിത്തട്ടിൽ ആണ്ടുപോയ മാനവകുലത്തെ എങ്ങനെ ഈ കയത്തിൽ നിന്ന് കരകയറ്റുവാൻ കഴിയും? പാപത്തിന്റെ കയറ്റിൽ നിന്നും, പാപത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്നും എങ്ങനെ മാനവകുലത്തെ പിടിച്ച് കരകയറ്റുവാൻ സാധിക്കും എന്നത് ഞങ്ങൾ വിളിച്ചു പറയട്ടെ. അതിനേകം മാർഗം മാത്രമേ ഉള്ളൂ. പറയട്ടെ, പാപത്തിൽ നിബന്ധിച്ചു പോയവരെ പിടിച്ച് കരകയറ്റുവാൻ യാഗയോഗ കർമ്മങ്ങൾ നിരവധി കേരളത്തിന്റെ കരയിൽ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് സംജാതമാക്കിക്കൊണ്ടിരിക്കുന്നു, അത് സാക്ഷാത്കൃതമാക്കിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഇവകൾ കൊണ്ടും ശാശ്വതമായ പരിഹാരങ്ങൾ, യാഗയോഗ കർമ്മങ്ങൾ കൊണ്ട് മനുഷ്യനെ പാപത്തിൽ നിന്നും കരകയറ്റുവാൻ, ഉദ്ധരിക്കുവാൻ, വിമോചനത്തിന്റെ പാതയിൽ അവരെ കൊണ്ടുറപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ളത് ഇന്നും നമുക്ക് മനസ്സിലായിരിക്കുന്ന കാര്യങ്ങളല്ലേ? അല്പമായി ശാശ്വതമായ ഒരു പരിഹാരം അതിലുണ്ട്. എങ്കിൽ പോലും അവർ വീണ്ടും അതിശക്തിയോടെ അതിൽ അവർ കുതിച്ച് ചാടി വീണ് തകർന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എങ്ങനെ മാനവകുലത്തെ പാപത്തിന്റെ ആഴത്തിൽ നിന്ന്, ഈ പാപത്തിന്റെ പ്രക്രിയയിൽ നിന്ന്, കൊലപാതക നീച പ്രവർത്തികളിൽ നിന്ന്, പീഡന പരമ്പരകളിൽ നിന്ന്, സമൂഹത്തിൽ വെറുക്കപ്പെടുന്ന ഈ നീച കൃത്യങ്ങളിൽ നിന്ന് എങ്ങനെ നമ്മുടെ തലമുറയെ രക്ഷിക്കാൻ സാധിക്കും? വിളിച്ചു പറയട്ടെ, സത്യത്തിരുവെടുത്തായ വിശുദ്ധ ബൈബിൾ അതൊരു വാക്കും പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സൂക്തം ഞങ്ങൾ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, അതിങ്ങനെ കാണാൻ കഴിയുന്നു. മനുഷ്യൻ വിമോചിതരാകുവാൻ, അവർ മോചനം പ്രാപിക്കുവാൻ, അവർ രക്ഷപ്പെടുവാൻ ഏക മാർഗം ബൈബിൾ, വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല,
മറ്റ് ഒരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഏക നാമം ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. ആരാണ് ഈ കർത്താവായ യേശുക്രിസ്തു എന്നൊരു ചോദ്യം ഒരുപക്ഷെങ്കിൽ ആരുടെയെങ്കിലും അകതാരിൽ അങ്കുരിച്ചേക്കാം. ആരാണ് താങ്കൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു? വിളിച്ചു പറയാം. പാപികളുടെ മോചനത്തിന് വേണ്ടി സാക്ഷാൽ ദൈവമായിരുന്നവൻ സ്വർഗം വിട്ട് താണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പാപികളായ മാനവകുലത്തിന്റെ ഇടയിലൂടെ 33.5 വർഷം പാപം ലവലേശം തീണ്ടാതെ പാപരഹിതനായി യാത്ര ചെയ്തവൻ. പാപികൾക്ക് മോചനം, രോഗികൾക്ക് സൗഖ്യം, ഭൂതബാധിതർക്ക് വിടുതൽ, അസമാധാനത്തിൽ കഴിഞ്ഞവരെ സമാധാനത്തിൽ കൊണ്ടെത്തിച്ച അരിമനാഥനാകുന്ന ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു പാപികളുടെ മോചനത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ പരമയാഗമായത് ലോകത്തിന് മറക്കാൻ കഴിയുന്ന സംഭവമല്ല. വിളിച്ചു പറയാം, യേശുവിന്റെ ജനനം സാധാരണ ജനനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഉലകം കണ്ടിട്ടുള്ളതിൽ വെച്ച് വ്യത്യസ്തമായ ഒരു ജനനം എന്നുള്ളത് യേശുവിന്റെ ജനനമാണ്. എന്താണ് യേശുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത? കന്യകയിൽ ജാതനായവനാണ് യേശു. സ്ത്രീ പുരുഷ ബന്ധമില്ലാതെ അതിനതീതമായി ജനിച്ച ഒരു വ്യക്തി എന്നുള്ളത് അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, പാപമില്ലാത്തവൻ ഉലക ചരിത്രത്തിൽ ഉദയം ചെയ്തിട്ടുള്ളതിൽ ഏക വ്യക്തി ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ ജനനം കൊണ്ട് യേശുവിന്റെ ജനനം കൊണ്ട് വ്യത്യസ്തമായിരുന്നു. അടുത്തത് യേശുവിന്റെ ജീവിതം വളരെ വ്യത്യസ്തമായിരുന്നു എന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു. വിളിച്ചു പറയട്ടെ, 33.5 വർഷം എന്ന് പറയുന്ന 33.5 വയസ്സ് എന്ന് പറയുന്നത് തികഞ്ഞ യൗവനകാലം. 33.5 വർഷം വരെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഒരു പാപവും ഇല്ലാത്തവൻ, യേശുവിനെ അവസാനമായി വിധി കൽപ്പിച്ച പിലാത്തോസ് എന്ന റോമൻ ഗവൺമെന്റ് വിധി കൽപ്പിക്കുന്ന ഇങ്ങനെയാണ്: ഞാൻ ഇവനിൽ ഒരു പാപവും കാണുന്നില്ല, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ലെന്നാണ് യഹൂദ പരിസയെ നോക്കി റോമ ഗവൺമെന്റായ പിലാത്തോസ് വിധി പറഞ്ഞത്. ഞാൻ ഇവനിൽ ഒരു തെറ്റും കാണുന്നില്ല. ചുരുക്കമായി പറയട്ടെ, 33.5 വർഷത്തെ ജീവിത നാളുകളിൽ യേശുവിന്റെ ജീവിതം തികച്ചും വ്യത്യസ്തമായിരുന്നു, പാപരഹിതമായിരുന്നു. ഒന്ന്, യേശുവിന്റെ മരണം തികച്ചും വ്യത്യസ്തമായിരുന്നു. യേശുവിന്റെ മരണത്തിന്റെ പ്രത്യേകത, യേശുവിന്റെ മരണം ഒരു സ്വാഭാവിക മരണം അല്ലായിരുന്നു. 2, യേശുവിന്റെ മരണം ഒരു അപകട മരണമല്ലായിരുന്നു. 3, യേശുവിന്റെ മരണം ഒരു കൊലപാതകമല്ലായിരുന്നു. 4, യേശുവിന്റെ മരണം ഒരു രക്തസാക്ഷി മരണമല്ലായിരുന്നു. പിന്നെ എന്തായിരുന്നു യേശുവിന്റെ മരണം എന്നൊരു ചോദ്യം സാക്ഷാൽ ഉയർന്നു വരാം. വിളിച്ചു പറയാം, സ്വാഭാവിക മരണമല്ല. സ്വാഭാവിക മരണം മരിച്ചവനല്ല യേശു. പിന്നെ യേശു ഒരു അപകട മരണത്തിൽപ്പെട്ടവനല്ല, കൊലപാതകത്തിൽപ്പെട്ട കൊലപാതക മരണമല്ലായിരുന്നു. യേശുവിന്റെ മരണം ഒരു രക്തസാക്ഷി മരണമല്ലായിരുന്നു. പിന്നെ പാപത്തിൽ നിബന്ധിച്ചു പോയ മാനവകുലത്തെ വല്ലവിധേനെ രക്ഷിക്കണമെന്നുള്ള പരമ ദൗത്യം ശിരസ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി പരമയാഗമായി തീർന്ന യേശുവിന്റെ മരണം ഒരു പ്രായശ്ചിത്ത മരണമായിരുന്നു എന്നത് വിളിച്ചു പറയാതിരിക്കാൻ തരമില്ല. അപ്പോൾ യേശുവിന്റെ മരണം തികച്ചും വ്യത്യസ്തമായിരുന്നു, യേശുവിന്റെ ജനനം വ്യത്യസ്തമായിരുന്നു, യേശുവിന്റെ ജീവിതം വ്യത്യസ്തമായിരുന്നു, യേശുവിന്റെ മരണം വ്യത്യസ്തമായിരുന്നു. വിളിച്ചു പറയട്ടെ, യേശുവിന്റെ ഉയർപ്പ്. ഒരു കവി ഇങ്ങനെ പറയുന്നു: ഉലകം മഹാന്മാർ അഖിലരും ഉറങ്ങുന്നു കല്ലറയിൽ, എന്നാൽ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ ജീവിക്കുന്നു. ഉലക ചരിത്രത്തിൽ ഗംഭീരമായി മുഴങ്ങിയ ശബ്ദം, യേശുവിന്റെ കല്ലറ മാത്രം ഭൂപരപ്പിൽ തുറന്നു കിടക്കുന്നു. അടക്കം ചെയ്തിട്ടുള്ള മുഴുവൻ പേരുടെയും കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ പാലസ്തീന്റെ മണ്ണിൽ ഒരു കല്ലറ മാത്രം ലോകത്തിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ട് തുറന്നു കിടക്കുന്നു. അതാരുടെ കല്ലറ? അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രനായ യേശുക്രിസ്തുവിന്റെ കല്ലറ. എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഇവിടെ ഇല്ല. ആര്? യേശു ഇവിടെ ഇല്ല. ഇന്ന് മരിക്കപ്പെട്ടവരൊക്കെ കല്ലറയ്ക്കുള്ളിൽ വിശ്രമിക്കുമ്പോൾ വിളിച്ചു പറയട്ടെ, യേശു ആ കല്ലറയ്ക്കുള്ളിൽ ഇല്ല. എവിടെ പോയി യേശു? യേശു മരണത്തെ ജയിച്ച, പാതാളത്തെ തോൽപ്പിച്ച 3-ാം നാൾ അടക്കി 3-ാം നാൾ ശക്തിയോടെ മരണത്തെ തോൽപ്പിച്ചു, പാതാളത്തെ തോൽപ്പിച്ച
സമർപ്പിച്ച് ആദിശക്തിയോട് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ഉയർത്തെഴുന്നേറ്റു. അത് രഹസ്യ സംഭവമല്ല. 40 ദിവസം ഈ ഭൂമിയിൽ തന്റെ ശിഷ്യന്മാർക്കൊപ്പം ഉണ്ടായിരുന്നു. 50ാമത്തെ ദിവസം എല്ലാവരും നോക്കി നിൽക്കുക, രഹസ്യമായിട്ടല്ല, എല്ലാവരെയും സാക്ഷി നിർത്തി ഞങ്ങൾ പ്രസംഗിക്കുന്ന മാനവകുലത്തിന്റെ രക്ഷകനായ പാപമോചകനായ യേശു ക്രിസ്തു എല്ലാവരും നോക്കി നിൽക്കെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, സ്വർഗാരോഹണം ചെയ്യപ്പെട്ടു. വിളിച്ചു പറയട്ടെ, യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ സ്വർഗാരോഹണത്തിന് സാക്ഷ്യം വഹിച്ച് മുകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അവർക്ക് കേൾക്കാൻ കഴിഞ്ഞ ദൈവദൂതന്മാരുടെ ശബ്ദം, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ മടങ്ങി വരും. ഈ പട്ടണത്തിൽ നടുവിൽ നിന്ന് ലജ്ജ കൂടാതെ ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കാൻ യഥാർത്ഥ കാരണം യേശു ഞങ്ങളുടെ പാപം വഹിച്ചു, സത്യമാ. യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സത്യമാ. എന്നാൽ വിളിച്ചു പറയാ, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ എത്രയും വേഗം വാനവരവിൽ പ്രത്യക്ഷമാകും. വിളിച്ചു പറയട്ടെ, ഈ പട്ടണ നിവാസികളോട് വിളിച്ചു പറയട്ടെ, പാപത്തിൽ ഇടുകി മുടുകി തകർന്നു പോയിക്കൊണ്ടിരിക്കാനുള്ളതല്ല താങ്കളുടെ ജീവിതം. താങ്കളുടെ കുടുംബം തകർന്നു പോകാനുള്ള ഒന്നല്ല. സമൂഹ മനസാക്ഷിയെ വെറുപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന ഹീനനീച പ്രവൃത്തികൾ ചെയ്ത് ജീവിത നാളുകൾ മുമ്പോട്ട് നയിക്കാനുള്ളതല്ല. മടങ്ങി വരുവാൻ ഒരു സമയമുണ്ട്. ആരോഗ്യമുള്ള താങ്കളുടെ ശരീരം, സൗന്ദര്യമുള്ള താങ്കളുടെ ശരീരം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാക്കി, തീരാ മാരക രോഗങ്ങൾ കടിമയാക്കി മരിച്ച് തകർന്നു പോകരുത്. എല്ലാവരും മരിക്കേണ്ടവരാണെങ്കിലും വിളിച്ചു പറയട്ടെ, സമയത്തിനു മുമ്പ് മാരക രോഗങ്ങൾ വരുത്തിവെച്ച്, ക്യാൻസർ, പക്ഷാഘാതം, ഹൃദ്രോഗങ്ങൾ, ശ്വാസ സംബന്ധമായ രോഗങ്ങൾ ഒക്കെ വലിച്ചു വരുത്തി. പുകയില ഉൽപ്പന്നങ്ങളും മദ്യവും ഇന്നത്തെ MDMA പോലുള്ള മാരകമായ വിഷവസ്തുക്കൾ ഒക്കെ ഉപയോഗിച്ച് ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള താങ്കളുടെ ശരീരത്തിന്റെ ബലം ക്ഷയിപ്പിച്ച്, നാഡീ നരമ്പുകൾക്ക് ബലമില്ലാതെ, കൈകാലുകൾക്ക് ബലമില്ലാതെ, സുബോധമില്ലാത്ത ഒരു വ്യക്തിയായി നല്ല യൗവനത്തിൽ നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്ത ഒരു വ്യക്തിയായി പുറത്തു തള്ളപ്പെട്ട വേസ്റ്റ് പോലെ ആയിപ്പോകാതെ ഇനിയെങ്കിലും, ഇന്നു മുതലെങ്കിലും വിട പറയൂ. മദ്യത്തോട് വിട പറയൂ, ലഹരി വസ്തുക്കളോട് വിട പറയൂ, MDMA വിട പറയൂ. അതിൽ യാതൊരു പോഷകങ്ങളുമില്ല എന്നുള്ളത് വിളിച്ചു പറയട്ടെ. ആരോഗ്യമുള്ള താങ്കളുടെ ശരീരം നശിപ്പിക്കാനുള്ളത് മാത്രമാണ് അതിൽ അന്തർലീനമായിരിക്കുന്നത്. അതുകൊണ്ട് അവയോട് വിട പറയൂ, മദ്യത്തോട് വിട പറയൂ, ലഹരി വസ്തുക്കളോട് വിട പറയൂ, MDMA പോലുള്ള ലഹരി വസ്തുക്കളോട് വിട പറയൂ. ആരോഗ്യമുള്ള ശരീരം രോഗബാധിതമായി തകർന്നു പോകാതിരിക്കാൻ വിട പറയൂ. യേശുവിന്റെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിക്കൂ. വിളിച്ചു പറയട്ടെ, താങ്കൾക്ക് ഒരു മുതൽ മുടക്കമില്ല മദ്യം ഉപയോഗിക്കുവാൻ. ഇന്നത്തെ രാസലഹരി എന്ന MDMA ഒരാൾ ഉപയോഗിക്കണമെങ്കിൽ 5000-ത്തിലധികം രൂപ ചെലവഴിക്കണം ഇന്നത്തെ കണക്കനുസരിച്ച് ഒരു ദിവസത്തേക്ക്. ഓർത്തു നോക്കണമേ, മദ്യങ്ങൾ വാങ്ങണമെങ്കിൽ ഒരു വലിയ തുക ചെലവഴിക്കണം. അതുകൊണ്ട് എന്താ നേടുന്നത്? താങ്കളുടെ ശരീരം ക്ഷയിച്ചു പോകുന്നു, ആരോഗ്യം ക്ഷയിച്ചു പോകുന്നു, താങ്കളുടെ കുടുംബം ശിഥിലമായി പോകുന്നു, താങ്കളുടെ മക്കൾ താങ്കളെ വെറുക്കുന്നു, താങ്കളുടെ ഭാര്യ താങ്കളെ വെറുക്കുന്നു, താങ്കളുടെ ഭർത്താവ് വെറുക്കുന്നു, മാതാപിതാക്കൾ വെറുക്കുന്നു. അത് മാത്രമല്ലേ സമ്പാദിക്കുന്നത്? വിളിച്ചു പറയട്ടെ, ഒരു മുതൽ മുടക്കുമില്ല, ഒരു രൂപ മുടക്കില്ല താങ്കൾക്ക്. അതിനൊരു പുണ്യ തീർത്ഥാടന സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യേണ്ടതില്ല. താങ്കൾ നിൽക്കുന്ന നിൽപ്പിൽ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. ഹൃദയത്തിന്റെ ഏകതാരിൽ തീരുമാനമെടുക്കുമോ, യേശുവേ ഞാൻ പാപിയാണ്, ലക്ഷ്യബോധമില്ലാത്ത സാഗരത്തിലൂടെ പലതും ഞാൻ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം, എന്റെ പാപത്തിന്റെ കറ ക്ഷമിക്കണമേ. ദൈവത്തിന്റെ വചനമായ വിശുദ്ധ ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയും, നിന്റെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുപ്പിക്കാം. പാപം വെളുപ്പിക്കാൻ ഇഹത്തിൽ യാതൊരു കെമിക്കലുകൾക്കും സാധ്യമല്ല. യേശുവിന്റെ രക്തത്തിന് മാത്രമേ മാനവകുലത്തിന്റെ പാപം പോക്കാൻ കഴിയൂ. യേശുവിന് മാത്രമേ താങ്കളുടെ പാപം നീക്കാൻ കഴിയൂ.
മനുകുലത്തിൽപ്പെടുന്ന മറ്റൊരാൾക്ക് പോലും മാനവകുലത്തിന്റെ പാപം മായ്ക്കാൻ കഴിയില്ല. ഞങ്ങൾ പ്രസംഗിക്കുന്ന കാൽവരി ക്രൂശിൽ മാനവകുലത്തിന്റെ പാപം ചുമന്നുകൊണ്ട് പരമയാഗമായി തീർന്ന യേശുവിന് മാത്രമേ മനുകുലത്തിന്റെ പാപം നീക്കാൻ കഴിയൂ. അതുകൊണ്ട് യേശുവിന് വേണ്ടത് താങ്കളുടെ പൈസയല്ല കേട്ടോ. വിളിച്ചു പറയാം, താങ്കളുടെ തകർന്ന ഒരു ഹൃദയമുണ്ടല്ലോ, ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ എന്നുള്ള തകർന്ന ഹൃദയത്തോടെ, നുറുങ്ങിയ മനസ്സോടെ ഈ സായാഹ്ന വേളയിൽ ഈ ശബ്ദം താങ്കളുടെ ഹൃദയത്തിൽ ഒരു തീരുമാനത്തിലേക്ക് താങ്കളെ നയിച്ചാൽ ഞങ്ങൾ ധന്യരായി, ഞങ്ങൾ കൃതാർത്ഥരായി, നിങ്ങളുടെ ജീവിതം ധന്യമായിരിക്കും. തകർന്നു പോയില്ല, വെറുക്കപ്പെട്ടവർ താങ്കളെ തേടിയെത്തും, താങ്കളെ ഉപേക്ഷിച്ചു പോയവർ താങ്കളെ തേടിയെത്തും. ഇന്ന് താങ്കളെ സ്നേഹിക്കാൻ ആരുമില്ല, കാരണം ഉണ്ടാക്കുന്ന പൈസ മുഴുവനും മദ്യ ഷോപ്പിലും അതുപോലെ ലഹരി വിപണന കേന്ദ്രങ്ങളിൽ കൊണ്ട് ചെലവഴിക്കുകയല്ലേ. കുടുംബം നന്നായി പുലർത്തേണ്ട താങ്കൾ ഈ വിധത്തിൽ ലക്ഷ്യബോധമില്ലാത്ത ഒരു വ്യക്തിയായി സമൂഹത്തിൽ തകർന്നു പോകുമ്പോൾ താങ്കളെ പിന്നെ ആർക്ക് വേണം? മക്കൾക്ക് വേണോ? വേണ്ട. ഭാര്യയ്ക്കോ മാതാപിതാക്കൾക്കോ സമൂഹത്തിന് താങ്കളെ വേണ്ട. ഈ സ്വഭാവമുള്ള ഒരു വ്യക്തിയെ സമൂഹത്തിന് വേണ്ട. എന്നാൽ വിളിച്ചു പറയാൻ, താങ്കളെ വെറുത്തവർ താങ്കളുടെ അടുക്കിലേക്ക് മടങ്ങി ഒരു സ്നേഹിത നിർത്തു. മദ്യത്തിന്റെ ഉപയോഗം, മയക്കുമരുന്നിന്റെ ഉപയോഗം, അതിന്റെ പിന്നാലെ സന്ധ്യാസമയത്തുള്ള തത്രപ്പെടൽ ഓട്ടം നിർത്തു. സമൂഹത്തിൽ കൊള്ളാകുന്നവനായി, നാടിന് കൊള്ളാവുന്നവനായി, വീടിന് കൊള്ളാവുന്നവനായി, മക്കൾക്കും ഭാര്യയ്ക്കും മാതാപിതാക്കൾക്കും കൊള്ളാവുന്നവനായി ഒരു ഭാസുരമായ ധന്യമായ ജീവിതം നയിക്കുവാൻ താങ്കളെ ഞങ്ങൾ സ്നേഹത്തിന്റെ ഭാഷയിൽ പ്രബോധിപ്പിക്കുക. ഇത് താങ്കളോട് പറയുന്നത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യമാണ് നിർവഹിക്കുന്നത്. താങ്കൾ തീരുമാനത്തിലേക്ക് എത്തിയാൽ നിങ്ങൾ ധന്യരായി തീരുവാൻ സാധിക്കും. വിളിച്ചു പറയൂ, യേശുവേ ഞാൻ പാപിയാണ്, അറിയാതെ പലതും ചെയ്തു പോയി, ഒത്തിരി പാപിയായി പോയി, എന്നോട് ക്ഷമിക്കണം. നിശ്ചയമായിട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു തീരുമാനത്തിന്റെ വാക്കുകൾ താങ്കൾക്ക് പുലമ്പാൻ കഴിയുന്നെങ്കിൽ അതിന് ശബ്ദം വേണമെന്നില്ല, ശബ്ദം ഉയർത്തി പറയണമെന്നില്ല. ഒറ്റ കാര്യം മാത്രം, മാറോട് ചേർത്ത വലം കൈകൾ ചേർത്ത് പിടിച്ച് ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ? യേശുവേ ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ. ആ ഒരു തീരുമാനമെടുത്താൽ താങ്കൾ ഇന്നു മുതൽ, ഈ സമയം മുതൽ ദൈവത്തിന്റെ പുത്രനും ദൈവത്തിന്റെ പുത്രിയുമായി യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു. ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ താങ്കൾ ഇന്നു മുതൽ ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ മകളായി വിളിച്ചു പറയാം. യേശുവിന്റെ മടങ്ങിവരവ്, യേശുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷത പാപികളുടെ മോചനത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ യേശുവിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷത ഞാൻ പറഞ്ഞുവല്ലോ, യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ ദൂതന്മാർ പുലമ്പിയ ശബ്ദം യേശുവിന്റെ ശിഷ്യന്മാർ കേട്ട് വിളിച്ചു പറഞ്ഞത്, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും മടങ്ങി വരും. എന്തിനാ യേശു വീണ്ടും മടങ്ങി വരുന്നത്? ഈകത്തിൽ പാപബോധമുള്ളവനായി മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് ജീവിത ക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞ്, പാപവഴികൾ ക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞ് ജീവിത നാളുകൾ ക്രിസ്തുവിനെ വേണ്ടി സമർപ്പിച്ച് ഈ പാപമംഗലമായ ലോകത്തിന്റെ പാപം ലവലേശമേശാതെ വേർപെട്ട പരിശുദ്ധമായ പരിപാവനമായ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയുന്ന വിശുദ്ധ ഗണം യുഗത്തിലുണ്ട്. അവരെ ചേർക്കാനാണ് യേശു വരുന്നത്. മരണശേഷം മനുഷ്യൻ പോകുന്ന രണ്ടിടമുണ്ട്, മറക്കരുത്. ഒന്ന് നിത്യ നരകം, രണ്ട് നിത്യ സ്വർഗം. വിളിച്ചു പറയാം, മരണം ഏത് നിമിഷവും മാനവകുലത്തെ കടന്നു പിടിക്കുക. മരണത്തിൽ പെടും മുമ്പ്, മരണത്തിൽ വീണ്ടു പോകും മുമ്പ്, മരണം താങ്കളെ പുൽകും മുമ്പ് അടുത്ത നിമിഷം ആര് മരിക്കുമെന്നറിയാൻ കഴിയുന്നില്ല. മരണം താങ്കളെ സ്പർശിക്കും മുമ്പ് ഒരു തീരുമാനമെടുക്കൂ. ഇന്നു മുതൽ ഞാൻ ദൈവത്തിന്റെ മകനായി, യേശുവിന്റെ മകളായി, യേശുവിന്റെ മകനായി ജീവിച്ചു കൊള്ളാം. ആ തീരുമാനമെടുത്താൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, താങ്കൾ ഇന്ന് മരിച്ചാലും താങ്കൾക്ക് ദുഃഖിക്കേണ്ടതില്ല. താങ്കൾ യേശു ഒരുക്കുന്ന ഭവനത്തിൽ, യേശു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. വിളിച്ചു പറയട്ടെ സ്നേഹിതരെ, യേശു മടങ്ങി വരുന്നത് തനിക്കായി കാത്തു നിൽക്കുന്ന കുറെ ഭക്തന്മാർ ഈ ഭൂമിയിലുണ്ട്. അവരെ ചേർക്കാൻ ആ ഗണത്തിൽ താങ്കളും പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളും ഒരു കാലത്ത് പാപവഴികൾ നീചപ്രവൃത്തികൾ ചെയ്ത് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഇടുകിമിടുകി ജീവിച്ചവരാണ്. എന്നാൽ യേശുവിനെ ഹൃദയത്തിന്റെ അകതാരിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്ന് സന്തുഷ്ടരാണ്. ഞങ്ങൾ നിങ്ങളോടൊക്കെ ഈ സമാധാന സന്ദേശം അറിയിക്കുവാൻ ഞങ്ങളെ പ്രേരകമാക്കിയ ഘടകം യേശുവിനെ അകതാരിൽ രക്ഷകനും കർത്താവുമായി ഞങ്ങൾ സ്വീകരിച്ചു. ഞങ്ങളുടെ ജീവിത നാളുകൾ യേശുവിനായി സമർപ്പിച്ചു. ഞങ്ങൾ കൊന്നയുള്ളൂ അരിമനാഥനായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ്. അന്ന് ഞങ്ങൾ കർത്താവിനോടൊപ്പം ആയിരിക്കും. പ്രിയരെ, മാന്യ സ്നേഹിതരെ, യേശു മടങ്ങി വരും എന്നത് യാഥാർത്ഥ്യമാണ്. യേശു ഈ ഭൂമിയിൽ ജനിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. യേശു ഇവിടെ മരിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. യേശു ഉയർത്തെഴുന്നേറ്റു എന്നത് യാഥാർത്ഥ്യമാണ്. യേശു സ്വർഗാരോഹണം ചെയ്തു എന്നത് യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ യാഥാർത്ഥ്യമാണ് യേശുവിന്റെ മടങ്ങി വരവ്. ആസന്ന ഭാവിയിൽ ഉലകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം എന്നുള്ളത് യേശുവിന്റെ മടങ്ങി വരവ് തന്നെയായിരിക്കും. ആ ദിനത്തിലേക്ക് താങ്കളെ ഞങ്ങൾ സ്നേഹത്തിന്റെ ഭാഷയിൽ ആഹ്വാനം ചെയ്യുന്നു. ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കൂ. സമാധാനപൂർണ്ണമായ ജീവിതം നയിക്കുവാൻ താങ്കളെ ദൈവം സഹായിക്കട്ടെ. വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, നിങ്ങളുടെ കാതുകളിലും ശബ്ദം എത്തിക്കഴിഞ്ഞു. കേട്ടില്ല എന്ന് പറയാൻ ഇനി സാധ്യമല്ല. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് അവിടെ ഇവിടങ്ങളിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. വിവിധ ഭൗതിക ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ഇന്ന് ജോലി പോലും ഇല്ലാതെ ഈ തെരുവിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്നവർ, അങ്ങനെ വിവിധ സാഹചര്യത്തിൽ കഴിയുന്നവർ, താങ്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. താങ്കളെ ഒരു ദൈവ പൈതലാക്കി തീർക്കാൻ ഈ യേശുവിന് കഴിയും, ഈ സന്ദേശത്തിന് കഴിയും. പറയട്ടെ, സുവിശേഷം മാനവകുലത്തിൽ വരുത്തിയത് വലിയ വലിയ മാറ്റങ്ങളാണ്. എത്രയോ മദ്യപാനികളെ, കൊലപാതകികളെ ഒക്കെ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തിട്ടുണ്ടെന്നറിയുമോ? അതുകൊണ്ട് താങ്കളെയും യേശു സ്നേഹിക്കുന്നു. ഈ കത്തിൽ ആര് സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി യേശു താങ്കളെ സ്നേഹിക്കുന്നു. താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സ്നേഹസ്വരൂപനാകുന്ന ഞങ്ങളുടെ കർത്താവേ, ഈ മണർകാട് പട്ടണത്തിൽ നിന്ന് മോചനം 2025 എന്ന ദൗത്യത്തിൽ ഇവിടെയും വന്ന് ഈ പരമവയ യാഥാർത്ഥ്യം വിളിച്ച് പറയുവാൻ അവിടെ ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ. ഈ ശബ്ദം ശ്രവിച്ച ഈ മാലോഹരെ ദൈവം അനുഗ്രഹിക്കണമേ. വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവരെ അനുഗ്രഹിക്കണമേ. ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സിനെ അനുഗ്രഹിക്കണമേ. തിരക്കോടെ വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന നടുവിൽ ഈ ശബ്ദം കേട്ടുനിന്ന ചിലരുണ്ട്, അവരെ അനുഗ്രഹിക്കണമേ. മദ്യപാനത്തിന്റെ ആസക്തിയിൽ നിന്നും മോചിതരാകാൻ കഴിയാതെ തകർച്ചയുടെ ആഴക്കട കയത്തിൽ മരണം മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് മരണ ദിവസം പ്രതീക്ഷിച്ച് യാത്ര ചെയ്യുന്നവരുണ്ട്, അവരോട് കരുണ തോന്നണമേ. ലഹരി വസ്തുവിന് അടിമയായി ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ ശബ്ദം കേട്ടിട്ടുണ്ട്. അവരതിൽ മടങ്ങി വരട്ടെ, അവരതിൽ മോചിതരാകട്ടെ. ഈ സന്ദേശം അതിന് പ്രേരകമാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഈ പട്ടണത്തെ, ഈ ശബ്ദം കേട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഈ ജനത്തെ, ഈ സമൂഹത്തെ അനുഗ്രഹിക്കണം. മഹത്വം അങ്ങയ്ക്ക്, യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഈ ശബ്ദം ശ്രവിച്ച മാന്യ സ്നേഹിതരെ, നിങ്ങളോട് ഹൃദയത്തിന്റെ ഭാഷയിൽ മോചനം 2025 പേരിൽ നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.